ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരുളുന്ന നേരം ഈരേരു ലോകങ്ങളുമൊന്ന് മാറ്റൊലി കൊണ്ടാൽ. സീതാ സ്വയംവരമാണ് രംഗം. ഇവിടെ ഏറ്റവും മനോഹരമായ അലങ്കാരവും ഉപമയും ഉപയോഗിച്ചിരിക്കുന്ന രംഗം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക, ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൽ. അങ്ങനെ ഒരു ഭാഗം പറയുന്നു. ഇടിവെട്ടുന്ന രീതിയിലായിരുന്നു ത്രയംബകം വില്ല് മുറിഞ്ഞത് എന്ന് പറയുമ്പോൾ എന്തിൻ്റെയോ ഒന്നിൻ്റെ ആരംഭമാണ് ആ ഇടിവെട്ടുന്ന ശബ്ദം. രാമൻ്റെ യാത്രയുടെ ആരംഭം കുറിക്കുന്നത് സീതാ സ്വയംവരത്തിലൂടെ തന്നെയാണ്. സീതയിലൂടെയായിരുന്നു ആ ലക്ഷ്യപ്രാപ്തിയായ രാവണ നിഗ്രഹത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇടിവെട്ടുന്ന രീതിയിലുള്ള വിൽമുറിഞ്ഞ ശബ്ദം. ആ ശബ്ദം കേൾക്കുമ്പോൾ സീതാ സ്വയംവരത്തിൽ പങ്കുചേരാൻ വന്ന രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ നടുങ്ങി. ഇടിമിന്നലിൻ്റെ ശബ്ദങ്ങളൊക്കെ ഉരകങ്ങളിൽ ഭയമാണ് സൃഷ്ടിക്കുന്നത്. അതേപോലെ അവർ പേടിച്ചു വിറച്ചു എന്നാണ്. എന്നാൽ അടുത്ത വർണ്ണനയിൽ മൈഥിലി, എത്രയോ നാമങ്ങളുണ്ട് ജാനകിക്ക്, പക്ഷെ അവിടെ മൈഥിലിയാണ്. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൽ. മഴ വരും, ഇടിവെട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ മയിലിനുണ്ടാകുന്ന ആഹ്ലാദം, അതാണ് മയിലിനോടാണ് ദേവി അവിടെ ഉപമിക്കുന്നത്. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ എന്ന് പറയുന്നു. സാധാരണ ഒരു കാര്യത്തെ അസാധാരണത്വം ദർശിക്കുന്നവനാണ് കവി. നമുക്ക് ഇടിവെട്ടുന്ന ശബ്ദവും അത് കേൾക്കുമ്പോൾ ഭയപ്പെടുന്ന ഉരകങ്ങളെയും സന്തോഷിക്കുന്ന മയിലിനെയും ഒക്കെ അറിയാം. ആ സന്ദർഭത്തെ സീതാ സ്വയംവരത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നമ്മുടെ ഭാഷാപിതാവ്. ഇതുപോലെ എത്ര മനോഹര വർണ്ണനകൾ നമ്മുടെ മലയാള ഭാഷയിലും കവിതകളിലും ദർശിക്കുവാനാകും. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. സ്നേഹപൂർവ്വം ഐശ്വര്യ.